Hello, Assalamu alaikum. Welcome back to my channel Kitchen with Mrs. Munir. How are you all? ഞാനിപ്പോൾ ഷൂട്ടാക്കിയുള്ളത് ഒരു സ്വബൈ ഒരു 4:40 വ്ലോഗ്. അപ്പോൾ ഇന്ന് നോമ്പായതുകൊണ്ട് അത്താഴ ബേക്കും ചിലത് എണിച്ചത് കുറച്ച് ലേറ്റായി 4:15 അങ്ങനെ ചോറ് ബേക്കും ആയിട്ടില്ല. അങ്ങനെ ആയിക്കൊണ്ട് ഞങ്ങൾ ബനാനും പിന്നെ ഒരു ബ്ലാക്ക് ടീ കുടിച്ചിട്ട് ശരിയാക്കിയോ. ഇപ്പോൾ ഞാൻ ഷൂട്ടാക്കിയുള്ളത് ഒരു ആഫ്റ്റർനൂൺ 4 മണിയാവും. ജാവത്തക്കുള്ള കറിൻ്റെ പ്രിപ്പറേഷനെല്ലാം ഉമ്മാക്കിയോണ്ടു മീൻ കിട്ടിയിട്ടുണ്ടായി. അങ്ങനെ ആയിക്കൊണ്ട് ഉമ്മ ചാറെല്ലാം ആക്കി വെച്ചുകൊണ്ടു ചില ജാവും നോമ്പ് തരുന്ന പിന്നെ ആക്കുന്ന വെച്ചൽ പോലെ തന്നെ ടയർഡാണ്. അങ്ങനെ ആയിക്കൊണ്ട് എല്ലാ അസർക്കനെ പ്രിപ്പയർ ആക്കി വെച്ചിനി. ഓക്കെ, നെക്സ്റ്റ് റോൾ പ്ലേ ആക്കിയുള്ളതോടെ ഞാൻ ചിലങ്കിൽ നോമ്പുക്കുള്ള സ്നാക്സ് എല്ലാം റെഡി ആക്കിക്കൊണ്ടുള്ള സ്നാക്സിക്ക് ഇന്ന് ഞങ്ങൾ പൊട്ടാറ്റോ ബോണ്ട് ആക്കിയുള്ള ചിക്കൻ ഇട്ടിട്ട് അപ്പോൾ ഒരു പീസ് ചിക്കൻ എടുത്തിട്ട് അവിടെ ബോയിൽ ആകുമ്പോൾ ഉപ്പും മഞ്ഞൾ ഇട്ടിട്ട് It helps the speaker lead his audience into the scene he described by creating an imaginary. പിന്നെ ഇവിടെ ഞങ്ങളിപ്പോൾ ചിക്കനും ബോയിലായിട്ട് വന്നിനി. അപ്പം ഇനി മസാലക്കുള്ള പ്രിപ്പറേഷൻ ആക്കാം. ഇപ്പം ഞാൻ ചട്ടിക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു 3 മീഡിയം സൈസിൻ്റെ ഓണിയൻ എടുത്തിന് കട്ടാക്കിയിട്ട് എടുത്തിന് അതിനിപ്പോൾ ഫ്രൈ ആക്കിക്കൊണ്ടുള്ള ഫ്രൈ ആക്കുമ്പോൾ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾ ഇട്ടിട്ട് മിക്സ് ആക്കുന്നത്. പിന്നെ കുറച്ച് കറി ലീവ്സും ഒരു മീഡിയം റേഞ്ചിലും ചോപ്പ്ഡ് ആക്കിയിട്ട് ഇട്ടിന. പിന്നെ ഇതിലേക്ക് ഞാൻ ബോയിലാക്കി വെച്ച് പൊട്ടാറ്റോ തൊലി എടുത്തിട്ട് ഇട്ടുകൊണ്ടുള്ള സ്മാഷറിലും സ്മാഷ് ആക്കാം. സ്മാഷ് ആക്കിയും നല്ലതാണ്, പിന്നെ സ്പൂണിലും സ്മാഷ് ആക്കിയും നല്ലതാണ്. കുറച്ചാൾക്ക് നല്ല ഫൈനലി സ്മാഷ് ആയിട്ട് കിട്ടണം. പിന്നെ കുറച്ചാൾക്ക് കുറച്ച് കണ്ട തിന്നുമ്പോൾ ഒരു പൊട്ടാറ്റോ കുറച്ച് കണ്ടായിട്ട് കിട്ടണം. അങ്ങനെ പിന്നെ ഇവിടെ സ്മാഷറില്ല, അങ്ങനെ ആയിക്കൊണ്ട് ഞാൻ സ്പൂണിൽ ഇതാക്കിക്കൊണ്ടുള്ള സ്മാഷ് ആക്കിക്കൊണ്ടുള്ള ഇനിയിപ്പോൾ ചിക്കൻ ബോയിലർ കിട്ടിനി. ആ ചിക്കൻക്ക് ഞാൻ അതിപ്പോൾ ചിക്കൻ എന്തെങ്കിൽ മാറ്റിയിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് അതിൻ്റെ പീസാക്കി വെക്കാം ചിക്കൻ്റെ. പിന്നെ ഈ ചിക്കൻ സ്റ്റോക്ക് വേസ്റ്റ് ആകുന്നില്ല. ചില്ലെങ്കിൽ കടലുമുള തന്നെ പിന്നെ മുള തന്നെ എന്തെങ്കിലും ആക്കുന്നെങ്കിൽ ആ സ്റ്റോക്ക് ബീറ്റുള്ളൂ. അപ്പോൾ ടേസ്റ്റ് കുറച്ച് യാറായിട്ട് കിട്ടുന്നു. അപ്പോൾ ഇനി പീസാക്കി ചിക്കൻ ഞാൻ ആ പൊട്ടാറ്റോ മസാല ഇട്ട് മിക്സ് ആക്കിയ പിന്നെ കുറച്ച് ഫ്രഷാക്കി വെച്ച് കൊറിയൻഡർ ലീഫെല്ലാം ഉണ്ടായി എല്ലാം ഒക്കെ തെറ്റിട്ട് ഗാർണിഷാക്കി മിക്സ് ആക്കിയിട്ടുള്ള. പിന്നെ ഇനിയിപ്പോൾ ടൈം ഇപ്പോൾ 6:15 ബാങ്ക് കൊടുക്കുന്നു. ഇനി കുറച്ച് നേരമുള്ള 7 മണിയാകുമ്പോൾ ബാങ്ക് കൊടുക്കുന്നു. ഇപ്പം ഞാൻ ഈ ബോളാക്കിയിട്ട് എടുക്കാമെന്ന്. ഫൈനലി ബോൾ ആയതുകൊണ്ടുണ്ടോ എന്തെങ്കിലും നോമ്പ് തുറക്കുമ്പോൾ കുറച്ചും കൂടി ആറണം ആക്കിയിട്ട് ഒരു ആക്കിയിട്ട് വെക്കണം. അങ്ങനെ കുറച്ച് ലേറ്റായി. ഞങ്ങൾക്ക് വേറെ പോവുണ്ടായി. അങ്ങനെ അവിടെ പോയിട്ടെല്ലാം വരുമ്പോൾ കുറച്ച് ലേറ്റായി. ലേറ്റായിക്കൊണ്ട് ഇപ്പോൾ പ്രിപ്പറേഷൻ ആക്കിയുള്ളല്ലോ. ഓക്കെ, ഇപ്പോൾ ഫൈനലി ആയി. ഇപ്പോൾ നാസ്തക്കുള്ള പ്രിപ്പറേഷൻ ആക്കിയുണ്ടോ. നാസ്ത ഇന്ന് പിണ്ടി മീനിൻ്റെ ചാറാക്കിക്കൊണ്ട് അതിലേക്ക് മീനിൻ്റെ ചാറൊക്കെ എന്തെങ്കിലും പിണ്ടി തന്നെയല്ലേ ചുട്ടാണ്. അങ്ങനെ ആയിക്കൊണ്ട് ഇന്ന് പിണ്ടി ആക്കിനി. പിന്നെ ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ഫ്രൈ ആക്കാൻ ഈ ಬ್ಯಾಟರ್ ಚೆಲ್ಲಂಗೆ ಕಡಲೆಪೊಡಿ ಇಡ್ತೀನಿ ನಾನು. ಇಲ್ಲ ನಾನು ಮೈದಾ ಕಡಲೆಪೊಡಿ ಒಕ್ಕತ್ತ ಮಿಕ್ಸ್ ಹಾಕಿಟ್ಟು ಹಾಕೋದು. ಇನ್ನು ಮೈದಾ ಇಲ್ಲ ನೀ അങ്ങനെ ಹಾಕ್ಕೊಂಡು
ಖಾಲಿ ಕಡಲೆಪುಡಿನ ಬ್ಯಾಟ್ರ್ ಹಾಕಿ ಉಳ್ಳ പിന്നെ ഒന്ന് ഈ ബാറ്റർ തിക്കാവും കാല ലൂസും ആവും കാല മീഡിയമിലാവണം പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പെല്ലാം ഇട്ടിട്ട് പിന്നെ ഒരു പൊടി തണ്ണി വിട്ടിട്ട് കറക്റ്റ് ടെക്സ്ചറിലാക്കി എടുക്കുക. ഓക്കെ, ഞങ്ങൾ ബാറ്ററി ഇപ്പോൾ റെഡി ആയിനി. ഓയിൽ ചൂടായിക്കൊണ്ട് പിന്നെ ഇപ്പോൾ ഇവിടെ ഉമ്മേൻ്റെ കുക്കറിൽ കുറച്ച് പയറിൻ്റെ വേല ഭേദം വെച്ചിനി. ചിലങ്ങ് മതായ കൊണ്ട് ജ്യൂസിൻ്റെ കുടിക്കാനാന്നില്ല, ഞങ്ങൾ കുടിച്ചെനിക്കിടാക്കും കുടിക്കുന്നത്. അങ്ങനെ ആയിക്കൊണ്ട് പയറിൻ്റെ വേല ചൂടാക്കി കുടിക്കാൻ ചേർത്ത് വെച്ച്. ഇപ്പോൾ ഓയിൽ നമ്മളത് ചൂടായിക്കൊണ്ട് ഓക്കെ. ഇപ്പം ഞാൻ തുടുപ്പെടുത്തിനെന്ത് ചെല്ലെങ്കിൽ ഓയിൽ ഒബ്സർവ് ആണ് കായ്ച്ചെടുക്കുമ്പോൾ സീദാ ഡയറക്റ്റ്ലി എടുത്തിട്ട് ഈ പ്ലേറ്റ് കിട്ടുമെങ്കിൽ അത് എണ്ണ ഇതായിട്ടിരിക്കുന്നത്. അപ്പോൾ അത്ര ഇതാകുന്നില്ല. ഇപ്പോൾ ഈ തുടുപ്പെടുത്തിന് ചെല്ലെങ്കിൽ അതിൽ എണ്ണ ഒബ്സർവ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഓയിൽ ചൂടായി. ഇപ്പോൾ നന്നായിട്ട് ഇടാം. ബാറ്റിൽ ഡിപ്പാക്കിയിട്ട് നന്നാക്കിയിട്ട് ഇടാം. ഇപ്പോൾ ಸೊ ಪ್ಲೀಸ್ ವಿವಾಕ್ನವ್ರ ಚಾನಲ್ ವಿವಾಕ್ನವರು ಸಬ್ಸ್ಕ್ರೈಬ್ ಹಾಕಿ ಪ್ಲೀಸ್. ಜನ ಮುನುಕರಿಗೆ ನಾನು ಚಾನಲ್ ಹಾಕಿನ, പക്ഷേ ಅದೆಲ್ಲ ಫ್ಲಾಪ್ ആയിനി. വ്യൂസ് ഇല്ല, സബ്സ്ക്രൈബേഴ്സ് ഇല്ലാതെ ഫ്ലോപ്പ് ആയിനി. അങ്ങനെ ഈ കുറി പുതിയ കണ്ടൻറ്റ് ചില്ലെങ്കിൽ വ്ലോഗ് ആക്കാൻ ചെലുത്തൊരു ഇൻട്രസ്റ്റിൽ കഴിഞ്ഞിനെ. അപ്പോൾ ഈ ചാനൽ വിവാക്നവരെല്ലാവരും പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് വിവാക്കി ലൈക്ക് ഷെയർ കമൻറ്റ് ಎಲ್ಲ ಇಡಿ. നിങ്ങൾ ഓടുന്ന ഈ ചാനൽ വിവാക്ന ചെലുത്ത് ನನಗೆ കമൻറ്റ്സ് ബോക്സിൽ ചെല്ലി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ബോണ്ട ഫ്രൈ ആയിട്ട് കിട്ടിനി. ഇനിയിപ്പോൾ ഉമ്മൻ്റെ നാസ്റ്റും കൂടെ റെഡി ആയിനി. ഇനിയിപ്പോൾ ഈ അപ്പം തീർന്ന് ನನಗೆ കമൻറ്റ് ബോക്സിൽ ചെല്ലി. അപ്പോൾ നോമ്പ് തുറക്കുന്ന ടൈമായി ബാങ്കുമായി. ഓക്കെ, ഇൻഷാ അല്ലാഹ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.